ഹലോ, അപ്പം ഞാൻ സേതുകണ്ണനും കൂടി ഇതേ മിൽക്കി മിസ്റ്റിൻ്റെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ ഇവരെ പരസ്യം കാണാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സേതുകണ്ണനെ ഇതുവരെ മിൽക്കി മിസ്റ്റിൻ്റെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അമൂല് മെറിബോയ് അങ്ങനത്തെയൊക്കെ ഐസ്ക്രീം കഴിച്ചാണ്. അപ്പം നമുക്ക് ഒരു ദിവസം പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നാണ് കേട്ടോ വന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതേ ഞങ്ങൾ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ, മിൽക്ക് ഷേക്ക്, ലസ്സി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ ചോക്ലേറ്റും വാനിലയും കൂടി ഉള്ളതാണ് കേട്ടോ മേടിച്ചത്. അതിൻ്റെ ഇടയിൽ നട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഹാഫ് ചോക്ലേറ്റും ഹാഫ് വാനില ആയിട്ടാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതേ ചെയ്തിട്ടും വാങ്ങിയത് ബാർ തന്നെയാണ്, ചോക്കോ ബാർ തന്നെയാണ്, വാനില മാത്രമുള്ളതാണ് കേട്ടോ വാങ്ങിയത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇടന്ന് മെൽറ്റായി പോയില്ല. നമ്മൾ ഈ ചോക്കോ ബാറൊക്കെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് മെൽറ്റായി പോവില്ലേ, അതുപോലെ ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ായിരുന്നു കേട്ടോ ഐസ്ക്രീമൊക്കെ. നമ്മൾ പരസ്യത്തിൽ എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഒരാൾ ഐസ്ക്രീമും കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ തണുത്ത വെള്ളവും കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ സേതുവിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഈ ഐസ്ക്രീം കണ്ടോ നല്ല തിക്കായിട്ടിരിക്കണല്ലേ, ഈ പരസ്യം ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ സേതുട്ട് എന്നോട് തന്നെ പരസ്യത്തിലെ പോലെയൊന്നും അല്ല. അപ്പോൾ സേതുട്ട് ഇത് കണ്ടിട്ടറിയാം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ലച്ചുവിന് ഞാൻ ഐസ് ക്യാൻഡി മാംഗോൻ്റെ ലച്ചുവിനും അമ്മക്കും ചീനുവിനും കൂടെയാണ് കേട്ടോ വാങ്ങിയത്. ലച്ചു എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവളെ ഇന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കാണ് ഞങ്ങളത് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് പോണത് കേട്ടോ. അപ്പം ലച്ചു ഇന്നലെ പോയതാണ്. അപ്പം നമ്മൾ ഇന്ന് വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം അതേ നമ്മൾ കലൂരെത്താറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 2 വീലറിന് തന്നെയാണ് കേട്ടോ പോകുന്നത്. കാരണം ഇപ്പം നമ്മുടെ വീടിൻ്റെ അവിടെയൊന്നും ഇപ്പോൾ വണ്ടി ഇടാനായിട്ടൊന്നും പറ്റണില്ല, ഈ റോഡൊക്കെ ശരിയാക്കിയതുകൊണ്ട്. അപ്പം അതേ നമ്മൾ വീട്ടിലെത്തി. പതുക്കെ ലച്ചുവിന് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾ ചെല്ലണത്. കാരണം ലച്ചുവിന് അവിടെ നിന്ന് പോരാൻ ഭയങ്കര വിഷമമാണ്. അതേസമയം എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഭയങ്കര സന്തോഷം. അപ്പം അതേ രണ്ടാളും കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം വിളിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പം അതിൻ്റെ ഇടയിലാണ് അമ്മ നല്ല ചാളയൊക്കെ വറുത്തുകൊണ്ടിരിക്കണത്, നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ എന്താ കറിയുന്നത് ഞാൻ അമ്മനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കടച്ചക്കയില്ലേ, അതിങ്ങനെ വറുത്തരച്ച് വെച്ചാണ്, ചെമ്മീനൊന്നുമില്ല കേട്ടോ. അപ്പം അതേ ചെയ്തിട്ട് ലച്ചുവിൻ്റെ ഒന്ന് ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നല്ല ചോറും ചാള വറുത്തതും കടച്ചക്ക കറിയും കൂട്ടി ഞാനിങ്ങനെ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അമ്മയുടെ മിക്ക കറികളും ഇഷ്ടമാണ്. അതിലൊരു ഫേവറേറ്റ് കറിയാണ് ഈ കടച്ചക്ക വറുത്തത്. അപ്പോൾ സേതുവിനെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ കുറച്ച് ചോറൊക്കെ തിരിച്ചു. അങ്ങനെ കുഞ്ഞുമ്മനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായി. അപ്പോൾ വണ്ടിയിൽ വരാൻ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലച്ചുവിനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു 11 മണിയായപ്പോൾ വീട്ടിലെത്തി.